ഹലോ, ഗ്രാൻഡ്മാ സ്റ്റോറീസ് ഇന്ന് തുടങ്ങുകയാണ്. നന്മയും തിന്മയും, അതാണ് ഇന്നത്തെ വിഷയം. നമുക്ക് മുന്നിലുള്ളത് രണ്ട് വഴികളാണ്, നന്മയുടെയും തിന്മയുടെയും. ഈ രണ്ട് വഴികളിൽ ഏത് വഴിയും നമുക്ക് സ്വീകരിക്കാം. ഇനി നിങ്ങൾ പറയുമായിരിക്കും, നമ്മെ നയിക്കുന്നത്, പ്രേരിപ്പിക്കുന്നത് എല്ലാം ഈശ്വരനല്ലേ എന്ന്. ഒരുവനെ കള്ളനാക്കുന്നതും നല്ല ഒരു മനുഷ്യനാക്കുന്നതും ഋഷീശ്വരനോ യോഗിയോ ആക്കുന്നതും ഈശ്വരനല്ലേ എന്ന്. അത് നമ്മുടെ കർമ്മമനുസരിച്ചായിരിക്കും. ഒരുവനിൽ അഗൈതവമായ ഈശ്വരഭക്തി ഉണ്ടെങ്കിൽ അവന് പാപചിന്തയുണ്ടാകുകയില്ല, അവന് പാപഭയമുണ്ടാകും. അവൻ നേരായ വഴിയിലൂടെയല്ലാതെ ഒരിക്കലും സഞ്ചരിക്കില്ല. അവൻ നന്മയുടെ വഴി മാത്രമേ സ്വീകരിക്കൂ. അവൻ ഒരിക്കലും തിന്മയിലേക്ക് തിരിയുകയില്ല. അപ്പോൾ നേരായ ജീവിതമാർഗത്തിന്, നന്മയുടെ നേർവഴിയിലേക്ക് തിരിയണമെങ്കിൽ, ബഹുദൂരം സഞ്ചരിക്കണമെങ്കിൽ നാം ഈശ്വരവിശ്വാസിയായിരിക്കണം. ഇനി ഈശ്വരവിശ്വാസിയല്ലാത്ത ഒരാളാണെങ്കിലും അയാൾ നിരീശ്വരവാദിയാണെങ്കിൽ ഒരു തെറ്റുമില്ല. അവൻ നന്മയുടെ വഴിയിലൂടെ സഞ്ചരിക്കട്ടെ, അതിലവൻ സംതൃപ്തനാവട്ടെ. അപ്പോൾ രണ്ട് വഴികൾ, രണ്ട് പാതകൾ നമ്മുടെ മുന്നിൽ തെളിയുകയായി. നാം ഏത് സെലക്ട് ചെയ്യും? നന്മയിലേക്കുള്ള നമ്മുടെ പാത ക്ലേശമേറിയതാകാം. ചിലപ്പോൾ നമ്മൾ ഏകനാകാം. പക്ഷേ ചിന്തിക്കുക, നാം ഒരിക്കലും ഏകനല്ല. നമ്മുടെ കൂടെ ആ മഹാശക്തിയുണ്ട്, നമ്മുടെ മുന്നിലും പിന്നിലും എന്ന പോലെ. നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ജീവിതത്തിൽ മുൻപേ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഇതാ, ഇപ്പോൾ നിങ്ങൾക്ക് നന്നാവാൻ ഈശ്വരൻ നിങ്ങളുടെ മുന്നിൽ വീണ്ടും നന്മയുടെ പാത തുറന്നിട്ടിട്ടുണ്ട്. യാത്ര തുടരാം. നിങ്ങളുടെ കഴിഞ്ഞ കാലം നിങ്ങളുടെ മുന്നോട്ടുള്ള പാതയിൽ ഒരിക്കലും ഒരു തടസ്സമാവില്ല. ഇത് നിങ്ങളുടെ രണ്ടാം ഊഴമാണ്. ആ മഹാശക്തിയെ നിങ്ങൾ ഈശ്വരനെന്നോ ദൈവമെന്നോ അള്ളാഹു എന്നോ ജീസസ് എന്നോ വിളിച്ചുകൊള്ളൂ. നിങ്ങൾക്ക് നല്ല ഒരു മനസ്സുണ്ടെങ്കിൽ, നന്മയിലേക്ക് തിരിച്ചു നടക്കണമെന്നുണ്ടെങ്കിൽ, ആ ശക്തി നിങ്ങളെ ഒരിക്കലും തനിച്ചാക്കില്ല, ഒപ്പമുണ്ടാകും, നിങ്ങളിലെ ശ്വാസം നിലക്കും വരെ. മാത്രമല്ല, ആ ശക്തി നിങ്ങൾക്ക് ഒരു പ്രേരണയുമാവും. നിങ്ങൾക്ക് ചെയ്യാനുള്ള ദൗത്യവും ആ ശക്തി നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരും. ഭഗവത്ഗീതയും ബൈബിളും ഖുറാനും അതുതന്നെയാണ് പറയുന്നത്. ശ്രീകൃഷ്ണനും ശ്രീരാമനും അവതരിച്ചു. ജീസസ് ക്രൈസ്റ്റിനെ ദൈവം മകനായ ഭൂമിയിലേക്ക് അയച്ചു, നമുക്ക് വേണ്ടി പാപഭാരം ചുമക്കാൻ. അള്ളാഹു മുഹമ്മദ് നബിയെ നമുക്ക് വേണ്ടി സൃഷ്ടിച്ചു, നേരായ പാതയിലേക്ക് നയിക്കാനായി. ദൈവം നമുക്ക് നേരായ പാത കാണിച്ചു തരുവാൻ ഇവരെയൊക്കെ സൃഷ്ടിച്ചു, ഭൂമിയിലേക്ക് അയച്ചു. നന്മയ്ക്ക് വേണ്ടി അവർ നിലകൊണ്ടു. എന്നിട്ടും മനുഷ്യർ അവരെ തിരിച്ചറിയാതെ വീണ്ടും പാപഭാരത്തിലേക്ക് നീങ്ങി. അത് നമ്മുടെ തെറ്റു തന്നെയാണ്, തിരിച്ചറിയണം. തെറ്റും ശരിയും, നന്മയും തിന്മയും, നമുക്കായി രണ്ട് വഴികൾ മുന്നിൽ നീണ്ടു കിടക്കുന്നു. സ്വീകരിക്കാം. ചിന്തിക്കൂ, സമയം നിങ്ങളുടെ മുന്നിലുണ്ട്. കാലത്തിൻ്റെ മുന്നിൽ വിറങ്ങലിച്ചു നിൽക്കരുത്. കാലചക്രം എന്ന സമയം നമുക്കായി കാത്തു നിൽക്കില്ല. മഹാഭാരതം, ഭാരതീയ ഇതിഹാസമായ മഹാഭാരത കഥ. അതിൽ വർണ്ണിച്ചിരിക്കുന്ന കുരുക്ഷേത്ര യുദ്ധത്തെപ്പറ്റി തന്നെ പറയാം. ധർമാധർമ്മങ്ങളുടെ മഹാസംഘർഷമായിരുന്നു കുരുക്ഷേത്ര യുദ്ധം. പാണ്ഡവരും കൗരവരും തമ്മിലുള്ള യുദ്ധം, നന്മയും തിന്മയുടെയും ഏറ്റുമുട്ടൽ. പാണ്ഡവർ നന്മയുടെയും കൗരവർ തിന്മയുടെയും പര്യായങ്ങളായി.
കൃഷ്ണന്റെ ഗീതാജ്ഞാനം അർജുനനെ ഉണർത്തി. സംശയങ്ങൾ നീങ്ങി. ധർമ്മയുദ്ധത്തിന് തയ്യാറായി. സത്യം എന്നും ജയിക്കും. പാണ്ഡവർ നന്മയുടെ വഴിയെ നടന്നു. അവർ വിജയം കണ്ടെത്തി. കൗരവർ തിന്മയുടെയും. അവർ പരാജിതരായി. നാമാവശേഷമായി എന്ന് തന്നെ പറയാം. ദുര്യോധനൻ അഹങ്കാരിയായിരുന്നു. അവന്റെ അഹങ്കാരം അവനെ തകർത്തു. ദ്രൗപദിയോടുള്ള ദുശാസനന്റെ അനീതി, ദ്രൗപദിയുടെ നീതിക്കായുള്ള കരച്ചിൽ, അത് അവന്റെ ജീവനെടുത്തു. ധർമ്മിഷ്ഠനും നീതിമാനുമായിരുന്നു കർണൻ. പക്ഷേ അവൻ കൗരവരുടെ തിന്മയോട് ചേർന്നാണ് നിന്നിരുന്നത്. അത് അവന്റെ നാശത്തിനും ഇടയാക്കി. ഇതിഹാസം പറയുന്നു, നന്മയെന്നും ജയിക്കും, തിന്മ തന്നെ തന്നെ നശിപ്പിക്കുമെന്ന്. ഇതാണ് മഹാഭാരത കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഒരു ഗ്രാമത്തിൽ 2 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു, അജയനും വിജയനും. അജയന്റെ മാതാപിതാക്കൾ അവന് നല്ല കാര്യങ്ങൾ മാത്രം പഠിപ്പിച്ചു. വിജയനാവട്ടെ ആരും ഉപദേശിക്കാനോ സ്നേഹിക്കാനോ ഉണ്ടായിരുന്നില്ല. അച്ഛൻ മദ്യപാനിയായിരുന്നു. അമ്മയ്ക്കാണെങ്കിൽ വിജയനെ സ്നേഹിക്കാനേ സമയമുണ്ടായില്ല, ശ്രദ്ധിക്കാനും സമയമുണ്ടായില്ല. ആ പാവം അടുത്ത വീടുകളിലൊക്കെ വേല ചെയ്തായിരുന്നു അവനെ വളർത്തിയിരുന്നത്. അച്ഛൻ്റെ മദ്യപാനവും അമ്മയുടെ നിസ്സഹായ അവസ്ഥയും അവനെ വല്ലാതെ സ്വാധീനിച്ചിരുന്നു. അവൻ്റെ സ്വഭാവത്തിലും അത് പ്രതിഫലിച്ചു. 2 പേരും ഒരേ സ്കൂളിലും ഒരേ ക്ലാസ്സിലുമായിരുന്നു. ദിവസങ്ങൾ, മാസങ്ങൾ, വർഷങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നു. അജയൻ സത്യസന്ധനും സ്നേഹമുള്ളവനും എല്ലാവരോടും കരുണയുള്ളവനുമായിരുന്നു. വിജയനാവട്ടെ കള്ളം പറയുന്നവനും അക്രമ സ്വഭാവം പ്രകടിപ്പിക്കുന്നവനുമായിരുന്നു. 12ാം ക്ലാസ്സിലെ പരീക്ഷ എടുത്തു. അജയൻ നന്നായി പഠിച്ചു. വിജയൻ പഠനത്തിൽ ഉൾപ്പെടുത്താൻ അവൻ മുതിർന്നുവെങ്കിലും വിജയൻ കൂട്ടാക്കിയില്ല. അവൻ കൂട്ടുകാരോടൊപ്പം അടിച്ചു പൊളിച്ചു. പരീക്ഷ വന്നു. അജയൻ നന്നായി പരീക്ഷ എഴുതി. വിജയൻ അവന് തൊട്ടു മുന്നിലുള്ള കുട്ടിയുടെ പേപ്പർ കോപ്പി അടിച്ചു. അതും ബലമായി. എന്നാൽ ക്വസ്റ്റ്യൻ പേപ്പർ വേറെയാണെന്നുള്ള ചിന്ത പോലും അവൻ ഓർത്തില്ല. റിസൾട്ട് വന്നു. അവൻ പരാജയപ്പെട്ടിരുന്നു. അത് അവനെ അത്ര ബാധിച്ചില്ലെങ്കിലും അമ്മയുടെ മരണം അത് അവന് വലിയ പ്രഹരമായ. അനാഥനായ അവൻ തൻ്റെ ദുർവിധി ഓർത്തു തേങ്ങി. ഇനി എന്തു ചെയ്യുമെന്നോർത്ത് അവൻ സങ്കടപ്പെട്ടു. ഉപരിപഠനം അവന് ഒരു സ്വപ്നമായി മാറി. ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് അജയനുണ്ടായിരുന്നു. ഒരു പ്രാവശ്യം വിജയൻ അവനോട് പറഞ്ഞു, നീയായിരുന്നു ശരി. നീ വിളിക്കുമ്പോഴെല്ലാം ഞാൻ കൂട്ടുകാരോടൊപ്പം അടിച്ചു പൊളിച്ചു. എൻ്റെ അമ്മയെ ഒരിക്കൽ പോലും സമാധാനിപ്പിച്ചില്ല. ഒപ്പമുണ്ടാകുമെന്ന് വിചാരിച്ച കൂട്ടുകാരാരുമില്ല. അവരെല്ലാം എന്നെ ഒഴിവാക്കി. നിനക്കും പോകരുതോ? ഞാൻ ചെയ്ത തെറ്റിൻ്റെ ഫലം ഞാൻ അനുഭവിക്കണം. അജയൻ അവനെ സമാധാനിപ്പിച്ചു. നീ നിന്റെ തെറ്റു മനസ്സിലാക്കി. ഇനി നിന്റെ വിജയം നിന്റെ മുന്നിൽ തന്നെയുണ്ട്. വീണ്ടും പരീക്ഷ എഴുതണം. നീ നല്ല മാർക്കോടെ പാസ്സാവും. എനിക്കുറപ്പുണ്ട്. ഞാൻ നിന്നെ സഹായിക്കാം. അജയൻ അവന് ഊർജം നൽകി, വിശ്വാസം നൽകി. അവൻ കൂട്ടുകെട്ടുകളിൽ നിന്നും അകന്നു. തിന്മയുടെ പാതയിൽ നിന്നും നന്മയിലേക്ക് തിരിച്ചു വരണം. വിജയൻ നന്നായി പഠിച്ചു. അജയൻ അവനെ സഹായിച്ചു. അവൻ പരീക്ഷ എഴുതി നല്ല മാർക്കോടെ പാസ്സായി. അജയൻ്റെ മാതാപിതാക്കൾ അവനെ ഉപരിപഠനത്തിന് സഹായിച്ചു. അവൻ വീണ്ടും ഒരു ഉണർവായി ഊർജ്ജസ്വലനായി. അവൻ അനാഥനാണെന്ന് തോന്നൽ അജയനും വീട്ടുകാരും അവനുണ്ടാകാതിരിക്കാൻ ശ്രമിച്ചു. സ്നേഹം, ക്ഷമ, സത്യസന്ധത എന്നിവ ജീവിതത്തിൽ വിജയം കൊണ്ടുവരും. അല്ലാതുള്ള വിജയം ശാശ്വതമായിരിക്കയില്ല. എപ്പോൾ വേണമെങ്കിലും തകർന്നുടയും.
നന്മയുടെ നേരിൻ്റെ വഴിയെ നടക്കൂ. ജീവിതത്തിൽ വിജയം കൈവരിക്കും. മഹാഭാരതം വെറും ഒരു ഇതിഹാസ കഥയല്ല, മനുഷ്യ മനസ്സിനെ നേരിൻ്റെ പാതയിലേക്ക് നയിക്കുന്ന ഒരു വഴികാട്ടി കൂടിയാണ്. ഇവിടം കൊണ്ടും കഥ അവസാനിക്കുന്നില്ല. പുതിയ കഥയുമായി അടുത്ത വീഡിയോ. സ്നേഹപൂർവ്വം.